ഹായ് ഫ്രണ്ട്സ്, റെസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് കൃഷി രീതികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്നവർക്കറിയാം, ഏകദേശം ഒരു വർഷത്തോളമായി നമ്മുടെ ഈ ചെറിയ ചാനൽ തുടങ്ങിയിട്ട്. ഈ ഒരു വർഷക്കാലം ഈ ചാനലിൽ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഏകദേശം 50-നുള്ളിൽ ലോങ് വീഡിയോസും ഒരു 750-അധികം ഷോർട്ട് വീഡിയോസുമാണ് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യൂട്യൂബിലെ തന്നെ ഏറ്റവും നല്ല ഒരു ഫീച്ചറായ ലൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. ലൈവ് എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒത്തിരി ചാനലുകൾ ലൈവ് ഉപയോഗിക്കുന്നതായി ഞാൻ കണ്ടു. ഈ ലൈവ് കൊണ്ട് പ്രധാനമായും വാച്ച് അവർക്ക് ധാരാളം കൂട്ടാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രധാന അട്രാക്ഷനായിട്ട് പലരും കാണുന്നത്. പക്ഷേ നമ്മൾ സ്ത്രീകൾ ഒത്തിരി പേര് ലൈവിൽ വരുമ്പോൾ പ്രധാനമായും ഞാൻ കണ്ടിട്ടുള്ളത് വളരെ അധികം മോശം കമൻറ്റുകൾ വരുന്നതായി കണ്ടു. അതുകൊണ്ട് തന്നെ ലൈവ് ഇടുന്നതിനായി എനിക്ക് വളരെയധികം ഒരു ആശങ്ക ഉണ്ട്. ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഈ കൃഷിരീതികളും അതിനൊപ്പം പൂന്തോട്ടവും ഒക്കെ ആഴ്ചയിൽ ഒരിക്കൽ കാണിച്ചു തരാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ഒരു ലൈവിൻ്റെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയപ്പോൾ ഞാൻ പലരും ലൈവ് ചെയ്യുന്നത് കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അവരുടെ ലൈവിൽ ഇരുന്ന സമയത്തും എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയ ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഒത്തിരി സ്ത്രീകളാണ് ലൈവിൽ വരുന്നതെങ്കിൽ ഒത്തിരി ആവശ്യമില്ലാത്ത കമൻറ്റുകളും ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസുകളും ഒക്കെയാണ് അതിൽ ചോദിക്കുന്നത്. ഈ ചെറിയ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന കൃഷി രീതികളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടോ? എന്തെങ്കിലും ഞാൻ അപ്ഡേഷനായിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ ഇതിലേക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. ലൈവിൽ വന്ന ശേഷം ചോദിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ലൈവിലെ ചില ബുദ്ധിമുട്ടുകൾ കണ്ടതിന് ശേഷം എനിക്ക് ലൈവ് ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃഷി രീതിയിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റെന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒക്കെ ചൂണ്ടിക്കാട്ടാവുന്നതാണ്. ഞാനിടുന്ന പല വീഡിയോകളും നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന നമ്മൾ വിജയിച്ച രീതികൾ മാത്രമാണ് പറയുന്നത്. ലൈവ് ചെയ്യുന്ന പല കൂട്ടുകാരും നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. അവർക്കൊക്കെ ലൈവ് ചെയ്യുമ്പോൾ ഒത്തിരി വാച്ചുകൾ കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു വീഡിയോ ഇടുമ്പോൾ കിട്ടുന്ന ഒരു വീഡിയോ ഇട്ട് അതിന് മുഴുവനായി കാണുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വാച്ചവറാണോ കൂടുതൽ, അതോ ലൈവ് ഇടുമ്പോൾ കിട്ടുന്ന വാച്ചവറാണോ നിങ്ങൾക്ക് കൂടുതൽ എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. നമ്മളൊക്കെ ഒത്തിരി ദൃശ്യഭംഗിയോടുകൂടിയും കൂടുതൽ നോളജ് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അറിവ് കൂടുതൽ കിട്ടുന്ന രീതിയിൽ ഒക്കെയാണ് നമ്മൾ ഓരോ വീഡിയോസും ഇടുന്നത്, അല്ലേ? അത് നമ്മൾ കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ വീഡിയോ മുഴുവനായി കാണണം, അല്ലെങ്കിൽ വീഡിയോയുടെ പകുതിയിൽ കൂടുതലെങ്കിലും കാണണം. എന്നാൽ മാത്രമേ യൂട്യൂബ് ഒരാൾ കാണുമ്പോൾ അതിനനുസരിച്ച് ഒരു 10 പേർക്കോ 20 പേർക്കോ വീഡിയോ മുഴുവനായി കാണുമ്പോൾ അവരൊരു 100 പേർക്കോ 1000 പേർക്കോ ഒക്കെ റെക്കമെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വളരെ കുറച്ച് കാണുമ്പോൾ അതിനനുസരിച്ച് മാത്രമേ റെക്കമെൻഡേഷൻ പോകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ പൂർണ്ണമായും കാണുവാൻ എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഏത് ഫോൺ ഉപയോഗിച്ചാണെന്നും ഏത് ആപ്പ് ഉപയോഗിച്ചാണ് എഡിറ്റ് ചെയ്യുന്നതെന്നും പലരും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരം കൂടെ പറയാം. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പോക്കോ M2 Pro എന്ന ഫോൺ ഉപയോഗിച്ചാണ്. അതിന് അത്യാവശ്യം ക്യാമറ ക്വാളിറ്റി ഉള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൈൻമാസ്റ്റർ എന്ന ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഇൻഷോട്ട് എന്ന ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 2 ആപ്പുകളുമാണ് ഞാൻ ഇതിനുവേണ്ടി ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ചെറിയ ചാനൽ ഇപ്പോൾ 1000-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഏകദേശം 1070 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ 1070-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായത് കൂടുതലും ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ട ശേഷമാണ്. പക്ഷേ ഷോർട്ട് വീഡിയോയുടെ വാച്ചവർ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി ഉപയോഗിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ പറയുകയാണ്. പക്ഷേ എനിക്ക് ലോങ് വീഡിയോയിൽ അത്യാവശ്യം വാച്ചവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ മോണിറ്റൈസേഷന് എത്തുന്ന രീതിയിലോ ഒരു വാച്ചവർ എത്തിയിട്ടുമില്ല. എൻ്റെ ചാനലിൽ ഏറ്റവും അധികം റീച്ച് പോയിട്ടുള്ളത് പച്ചില വെള്ളത്തിൻ്റെ വീഡിയോ ആണ്. ആ വീഡിയോ അത്യാവശ്യം നല്ല ഉപയോഗമുള്ള ഒരു വീഡിയോ, അത്യാവശ്യം നല്ല 100% കൃഷിക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഏറ്റവും നല്ല വീഡിയോ ആണ്. നമ്മുടെ വീട്ടിൽ സ്ഥിരം കൃഷി ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ്. നമ്മുടെ ഈ ചെറിയ ചാനൽ കാണുന്നവരിൽ കട്ടയ്ക്ക് സപ്പോർട്ട് വേണം എന്ന് തോന്നുന്ന ഏതെങ്കിലും കൂട്ടുകാർ ഉണ്ടെങ്കിൽ, അതായത് മോണിറ്റൈസേഷന് വേണ്ടി വാച്ച് തികയാത്തവരോ അങ്ങനെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കുറവുള്ളവരോ അങ്ങനെയൊക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിലെ വീഡിയോയിൽ നല്ല കമൻറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചും ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. എൻ്റെ ഈ ചെറിയ കൃഷിത്തോട്ടവും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. നല്ല നല്ല വീഡിയോസുമായി ഇനിയും നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരുന്നതാണ്.